അപ്പൊ ആ കുട്ടീനെ അങ്ങനെ കിടത്തിയിട്ട് കുട്ടിയുടെ ശിരസിൽ എന്തോ ഒരു സിറിഞ്ച് കൊണ്ടുവന്ന് കുത്തി. എന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അവളുടെ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അവളുടെ കുട്ടിയുടെ തല വലുതാ, ഉടല് ചെറുതുമായി പോയി. അത് ഒരു മാസമായിട്ടുണ്ടാവും. അപ്പൊ അവൾക്ക് കരഞ്ഞുകൊണ്ടാ വന്നത്. തല വലുതാണ്, ഉടല് ചെറുതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവള് ഇവിടെ വന്നിട്ട് ഈ ക്ഷേത്രത്തിൽ വരും. അപ്പൊ ഞാൻ ചെന്നു. അവൾ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ ചെന്നു. ഭയങ്കര ഈ സ്വാമിയുടെ വലിയ സ്വാമിയുണ്ട്, ഗോപാലകൃഷ്ണൻ സ്വാമി. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചെന്ന് വിവരം പറഞ്ഞു. സ്വാമി അപ്പൊ ക്ഷേത്രം അടക്കാറായി. സ്വാമി പറഞ്ഞ ആ ഫ്രണ്ടിലെ നമസ്കാര മണ്ഡപത്തെ കടത്തിക്കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷം സ്വാമി പറഞ്ഞേ, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, കുട്ടിക്ക് ആയുസുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാന്ന് പറഞ്ഞു. ഈ പിറ്റേ ദിവസം ആ കുട്ടി അതിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയതാണ് വൈക്കത്ത്. അപ്പൊ അവിടെ വെച്ച് ഈ കുട്ടിക്ക് അസുഖമുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് വന്ന ഒരു പീഡിയാട്രിക് ഉണ്ട്. അപ്പൊ ആ കുട്ടീനെ അങ്ങനെ കിടത്തിയിട്ട് അവര് ഒരു വലിയ ബക്കറ്റ് വെച്ചിട്ട് ഈ കുട്ടിയുടെ ശിരസിൽ എന്തോ ഒരു സിറിഞ്ച് കൊണ്ടുവന്ന് കുത്തി. അത് കഴിഞ്ഞപ്പോ കുട്ടിയുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ആ ബക്കറ്റിനകത്തേക്ക് പോവുക. അപ്പൊ അങ്ങനെ അനവധി അഴുക്ക് മുഴുവൻ പോയി കഴിഞ്ഞാൽ തല ചുങ്ങി കിട്ടി, കുഞ്ഞു തലയായിട്ട് മാറി. ഇവിടെ വളരെ ചെറിയ കുട്ടികൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ഇവിടെ കുട്ടികൾക്ക് എന്താ അസുഖം ഉണ്ടെങ്കിലും എല്ലാവരും വന്നാലും സ്വാമി വെള്ളം കൊടുക്കും. അതാ കുട്ടിയുടെ തലയിൽ ഒഴിച്ചുള്ള അത് അവിടുത്തെ കിണറ്റില് വെള്ളം. മഹാവിഷ്ണു ഭഗവാൻ ആ കിണറ്റിൽ വർഷിച്ച അമൃതാണ് ആ കിണറ്റിലെ ജലത്തെ പവിത്രമാക്കുന്നത്. അത് ഒരുപാട് കുഞ്ഞുങ്ങൾക്കുള്ള അനുഗ്രഹമായി പിന്നീട് മാറി. എരൂരിൽ മെയിൻ റോഡിന് സമീപമായാണ് മാരംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.